स्थितः स कमलोद्भवस्तव हि नाभिपङ्गेरुहे कुतस्विदिदमम्बुधा उदितमित्यनालोकयन् तदीक्षणः कुतूहलात् प्रतिदिशं विवृत्तानन चतुर्वदनतामगाद्युगसदष्टदृष्ट्यम्बुजा. നാരായണീയം കഥ 10 ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയും. കഴിഞ്ഞ കഥയിൽ നമ്മൾ കണ്ടു, യോഗനിദ്രയിൽ അനന്തശയനത്തിൽ കഴിഞ്ഞ ഭഗവാനെ കാലം പതുക്കെ വിളിച്ചുണർത്തി അല്ലേ? ചുറ്റും ചരാചരങ്ങളെ ഒന്നും കാണാഞ്ഞ ഭഗവാൻ തൻ്റെ നാഭിയിൽ നിന്ന് 1000 ഇതളുള്ള താമരപ്പൂ വിരിയിച്ചിട്ട് അതിൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. ഓർക്കുന്നില്ലേ എല്ലാവരും? അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ബ്രഹ്മദേവന് നിങ്ങൾക്കെല്ലാം അറിയാം 4 ദിക്കിലേക്കും തലകളുണ്ടല്ലേ? അദ്ദേഹം ചുറ്റും ശ്രദ്ധയോടെ നോക്കിയിട്ടും എങ്ങും യാതൊന്നും കാണാൻ കഴിയുന്നില്ല, വെറും ജലപ്പരപ്പ് മാത്രം. അപ്പോൾ താൻ എങ്ങനെയാ ഈ താമരപ്പൂവിനുള്ളിൽ വന്നെത്തിയത് എന്ന് ഓർത്ത് അദ്ദേഹം ഇങ്ങനെ അതിശയിച്ചു. അതിൻ്റെ കാരണം അഥവാ താമരപ്പൂവിൻ്റെ ഉറവിടം കണ്ടെത്തണമല്ലോ എന്ന് കരുതി ബ്രഹ്മദേവൻ താമരവള്ളിയുടെ സുഷിരത്തിൽ കൂടി താഴോട്ടിറങ്ങി. താമരവള്ളിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ സാധിച്ചോ? ഇല്ല. ഒരുപാട് വർഷങ്ങൾ അന്വേഷണം നടത്തിയിട്ടും താമരവള്ളിയുടെ എല്ലാ സുഷിരത്തിൽ കൂടി കയറി ഇറങ്ങിയിട്ടും ബ്രഹ്മാവിന് അതിൻ്റെ കാരണഭൂതനായ ഭഗവാനെ മാത്രം കണ്ടെത്താൻ പറ്റിയില്ല. നിരാശനായി അദ്ദേഹം തിരിച്ച് താമരപ്പൂവിൽ വന്നിരുന്ന് ഏകാഗ്രതയോടെ ഭഗവാനെ ധ്യാനിച്ചു. അപ്പോൾ അതിശയമെന്ന് പറയട്ടെ, സമാധി അവസ്ഥയിൽ ധ്യാനത്തിലിരുന്ന ബ്രഹ്മദേവൻ്റെ അകക്കണ്ണിൽ, അതായത് മനസ്സിൽ, ഭഗവാന്റെ തേജസ്സൊറ്റ രൂപം ദർശിക്കാൻ സാധിച്ചു. എങ്ങനെയുള്ള രൂപമാണ് ദർശിച്ചത്? ലക്ഷ്മി സമേതനായി അനന്തൻ എന്ന ഭീകര സർപ്പത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ശയിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ തേജസ്സോടെ പ്രകാശിക്കുന്ന സുന്ദര രൂപം. പലതരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച കിരീടവും വളകളും തോൾവളകളും രത്നങ്ങൾ പതിപ്പിച്ച മാലകളും മുത്തരഞ്ഞാണവും മഞ്ഞ പട്ടുമൊക്കെ ധരിച്ച് കണ്ടത്തിൽ കൗസ്തുഭരത്നമൊക്കെ അണിഞ്ഞ ഭഗവാന്റെ ദിവ്യരൂപമാണ് ബ്രഹ്മദേവന് മനസ്സിൽ ദർശിക്കാൻ, കാണാൻ സാധിച്ചത്. ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് മക്കളെ? ഭഗവാൻ എപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ അതറിയാതെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തും ഭഗവാനെ അന്വേഷിച്ച് നടക്കും. നമ്മളും ഭഗവാനെ ദർശിക്കാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സിലെ മാലിന്യങ്ങളും ചീത്ത ചിന്തകളും ഞാൻ എന്ന ഭാവവും ഒക്കെ ഉപേക്ഷിച്ച് നല്ല രീതിയിൽ ജീവിച്ച് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് ധ്യാനിച്ചാൽ നമുക്കും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭഗവാനെ ദർശിക്കാം. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തേജസ്സോടുകൂടി പ്രഭ ചൊരിഞ്ഞ് മനസ്സിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ബ്രഹ്മാവിൻ്റെ ജോലി? സൃഷ്ടി നടത്തുക. അപ്പോൾ ഈ ജഗത്തിൽ വീണ്ടും സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയിൽ തൃപ്തി തോന്നിയ ഭഗവാൻ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിയും തപസ്സൊക്കെ അനുഷ്ഠിച്ച് ഭഗവാനിൽ ഭക്തിയോടെ കഴിയണം എന്നും പറഞ്ഞു. ബ്രഹ്മദേവന് അത്യധികം സന്തോഷം തോന്നി. അദ്ദേഹം വീണ്ടും കഠിന തപസ്സൊക്കെ ചെയ്ത് തൻ്റെ ബുദ്ധിശക്തിയും സൃഷ്ടിശക്തിയും ഒക്കെ വർദ്ധിപ്പിച്ചു. ബ്രഹ്മദേവൻ ഇരുന്ന താമരപ്പൂവ് ഒരു ദിവസം വായുവിനാൽ ഇളകുന്നത് കണ്ടു.
എങ്ങനെയാ? കാറ്റടിച്ചപ്പോൾ ആ താമരപ്പൂവ് ഇളകുന്നത് കണ്ടു. ഇത് കണ്ട് ബ്രഹ്മദേവൻ അതിശയിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഈ വായുവും ആ ജലവും എല്ലാം കൂടി അങ്ങ് പാനം ചെയ്തു, ഭക്ഷിച്ചു. എന്നിട്ട് ആ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് ആ ഓരോ ഇതളുകളെടുത്ത് എന്ത് ചെയ്തു? 3 ലോകങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം മുഴുകി. എന്നാലും ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എന്തായി? നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനോട് ചോദിക്കുക, ബ്രഹ്മദേവൻ ഈ സിദ്ധിയും അനുഗ്രഹവും ഒക്കെ കൊടുത്തിട്ടില്ലേ? എന്നിട്ട് അവിടുന്ന് വളരെ നിസ്സാരമായതല്ലേ ഉള്ളൂ എൻ്റെ വാതരോഗത്തിനൊരു ശമനം ഉണ്ടാക്കിത്തരാൻ. അവിടുന്ന് എന്നെയും അനുഗ്രഹിക്കണമേന്ന്. ശേഷം കഥ അടുത്ത ദിവസം ഇതേ സമയം. അതുവരയ്ക്കും ഹരേ കൃഷ്ണ.